ഹലോ ഗൈസ്, വെൽക്കം ടു മൈ സ്പേസ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പും ചെറുതായിട്ടൊരു മഴയും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുട്ടായിട്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് ഞാൻ എനിക്ക് ആവശ്യത്തിന് ഒരു ചെറിയൊരു കട്ടോറി പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അതേ അളവിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴക്കണമെന്നില്ല. ഇത് ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ ഒക്കെ ശരിയാക്കി കിട്ടും കേട്ടോ. ഇതപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാനൊരു 20 to 30 minutes റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ, സെറ്റാവേ. കണ്ട, നമ്മൾ പുട്ടുപൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടിനുള്ള വെള്ളം, നമ്മളുടെ ചിരട്ടപ്പുട്ട് ഇതിങ്ങനെ 3 to 5 minutes ആവശ്യമുണ്ടാവുള്ളൂ, അപ്പോഴേക്കും ആയിക്കിട്ടെ. ഇത് നമ്മൾ ആദ്യത്തെ പുട്ട് റെഡിയായി. എനിക്കിനി ഒരു ചിരട്ടപ്പുട്ടിനുള്ള പൊടിയും കൂടിയുണ്ട്. നമുക്ക് അതും കൂടി ഉണ്ടാക്കാം. അത് ആകുമ്പോഴേക്കും നമ്മളുടെ മുട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നിങ്ങൾ എത്ര മുട്ട എടുക്കണമെന്ന് വെച്ചാൽ അത്ര മുട്ട, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണേ. നല്ല പത വരുന്ന പോലെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ട പൊരിക്കണ പോലെ തന്നെ, സ്ക്രാമ്പിൾ എഗ് ഉണ്ടാക്കണ പോലെ തന്നെ പാന് ചൂടാക്കി എണ്ണ ഒഴിച്ച്, പക്ഷേ അതിന് മുമ്പ് ഞാൻ കുറച്ച് മസാലകൾ ചേർക്കും. ആദ്യം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിന് നമ്മൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ പച്ചമണം മാറിയിട്ട് ആ മസാല ഒന്ന്, അതായത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. എന്നിട്ട് മുട്ട ഇടുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഇനി നമുക്ക് നമ്മളുടെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇതും, കാരണം നമ്മൾ ആ മുട്ടയും ആ മസാലയൊക്കെ നല്ല മിക്സ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് വെന്താൽ ആ മസാല സെപ്പറേറ്റായിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ മെല്ലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നല്ലോണം ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇനി നല്ല കുക്ക് ചെയ്തിട്ട് നല്ല അങ്ങോട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നാലും ഇതുപോലെ ആയി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പുട്ട് ഇടുന്നതിന് മുമ്പ് കുറച്ചും കൂടിയും ചിക്കൻ മസാലയും, അതായത് ഈ നടുക്കത്തെ ലെയർ, മുട്ടയുടെയും പുട്ടിൻ്റെയും നടുക്കത്തെ ലെയറിൽ കുറച്ച് ചിക്കൻ മസാലയും, ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇടും, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെയും എന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് പൊടിച്ച് വെക്കണം, കാരണം പൊടിച്ചിട്ടാണ് നമ്മളിതിലിടുക. നമ്മളുടെ പൊടിച്ച പുട്ട് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പുട്ടിൻ്റെ കളർ തന്നെ മാറും. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ആ മസാലയും പുട്ടൊക്കെ നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളുടെ മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ഈസി റെസിപ്പിയാണ്, വലിയ സമയം എടുക്കില്ല, ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.